തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൺപകലിൽ ആൺസുഹൃത്ത് യുവതിയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആക്രമിച്ച ശേഷം സുഹൃത്ത് കൊടങ്ങാവിള സ്വദേശി സച്ചു രക്ഷപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, യുവതിയുടെ നില ഇപ്പോൾ ഗുരുതരമായി തന്നെയാണോ തുടരുന്നത്? അതുപോലെ തന്നെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആതിര, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകര അതിയന്നൂർ പഞ്ചായത്തിലെ വെൺപകലിലാണ് കൃത്യമായി 12 മണിക്ക് സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് ആൺ സുഹൃത്തായ സച്ചു വീടിനുള്ളിൽ പ്രവേശിക്കുകയും സൂര്യഗായത്രിയെ ഇത്തരത്തിൽ മൃഗീയമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തലയ്ക്കും കൈയിനും കാലിനുമാണ് ഇത്തരത്തിൽ പരിക്കുള്ളത്. ഇതിനുശേഷം പറയേണ്ടത്, കൃത്യമായും ഈ പറയുന്ന ആൺ സുഹൃത്ത് അദ്ദേഹത്തിന് ഇരുചക്ര വാഹനത്തിൽ കെട്ടിയാണ് സമീപത്തെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിനുശേഷം OP ടിക്കറ്റ് വരെ എടുത്തതിനു ശേഷം ഈ സൂര്യഗായത്രിയെ ഇതിനു മുമ്പിൽ ഇട്ടതിനു ശേഷം രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ നടത്തി വരുന്നു. എന്തായാലും ആ പ്രതിയെ കണ്ടെത്തുന്നതിനായി നെയ്യാറ്റിൻകര CIയുടെയും DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ യുവതിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഇത്തരത്തിലൊരു വെട്ടിപ്പരിക്കേൽപ്പിക്കാനുണ്ടായ കാരണം? സൂര്യഗായത്രി വിവാഹം കഴിച്ച ഒരു കുഞ്ഞുണ്ടെങ്കിലും ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. ഈ സച്ചു എന്ന് പറയുന്ന യുവാവും അദ്ദേഹത്തിന്റെയും ഭാര്യയുമായി പിണങ്ങി നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. ആ സുഹൃത്ത് ബന്ധം തന്നെയാണ് ഇടയ്ക്കൊരു വിടവ് സംഭവിച്ചു. ഇതിനുശേഷം പരസ്പരം ഇത്തരത്തിൽ ഈ സച്ചു നിരന്തരമായി ഈ വീട്ടിലെത്തുകയും ഈ സൂര്യഗായത്രിയെ മർദ്ദിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ഈ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിനുശേഷം കഴിഞ്ഞ 10 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ സൂര്യഗായത്രിയുടെ വീടിന് മുന്നിൽ വന്ന് ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള ഒരു വൈരാഗ്യം കുറച്ചു നാളായി നടന്നു വരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും പോലീസ് കൃത്യമായി ഇതിനുള്ള അന്വേഷണം നടത്തി വരുന്നു. എന്തിനാണ് ഇത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്.